അങ്ങനെ രാവിലെ നല്ല ചുടാന്നുള്ള ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൂനും അച്ഛനും കൊണ്ടുപോകാനായിട്ട് ദോശയാന്ന് കണ്ടാൽ പിന്നെ അവർക്ക് ദോശയും ചമ്മന്തിയും തക്കാളി ചമ്മന്തിയൊക്കെ മതി. അപ്പം നമ്മൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ദോശ താ ഇങ്ങനെ മുരുന്നാക്കി ചുട്ട് വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. പപ്പ വേണോ? ശരി ശരി, പപ്പ വെക്കാം. കുഞ്ഞു സ്കൂളിൽ പോകുന്നില്ലേ? സ്കൂളിൽ പോകണ്ടോ? ഇല്ല, കൊച്ചു സ്കൂളിൽ പോകുന്നില്ല. കൊച്ചെന്താ കാണിക്കണം? പശുവിനെ മേയ്ക്കാൻ പോവാ? അമ്മമ്മയുടെ കൂടെ വരുന്നേ? കൊച്ചിന് എത്ര രൂപ വേണം പശു മേയ്ക്കാൻ? 50 രൂപ വേണോ? എത്ര രൂപയ്ക്ക് കൊച്ചു തിന്നും? മൊത്തത്തിൽ തിന്നുമോ? പിന്നെ അമ്മാമ്മയ്ക്ക് എന്ത് കൊണ്ടുവന്ന് തരും? 10 രൂപ തരുമോ? അമ്മമ്മയ്ക്ക് 10 രൂപ കൊണ്ടുവന്ന് തരുമോ? ശരി, എന്നാൽ ഇന്ന് സ്കൂളിൽ, ഇന്ന് കളർ ഡ്രസ്സൊക്കെ ആണല്ലോ സ്കൂളിൽ. ഇന്ന് അച്ഛനും അപ്പൂനും ഒക്കെ ഇന്ന് കളർ ഡ്രസ്സാണ്. ശരി, ഇന്ന് സ്കൂളിൽ പോകണ്ട. അപ്പോൾ അമ്മമ്മയുടെ കൂടെ പശുവിനെ മേയ്ക്കാൻ പോകാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അച്ചുപയ്യൻ പഠിക്കണ്ടേ? അച്ചുപയ്യൻ സ്കൂളിൽ പോകണ്ടേ? ശരി, അച്ചുപയ്യനെ നമുക്ക് സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് അമ്മമ്മയുടെ കൂടെ അപ്പു പശുവിനെ മേയ്ക്കാൻ പോകാം. ശരിയാ? ശരി 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 ശരി. അപ്പോൾ കരയാതെ ഒന്ന് ചിരിക്ക്. അമ്മേനെ നോക്കിയിട്ടൊന്ന് ചിരിക്ക്. അമ്മേനെ നോക്കിയിട്ടൊന്ന് ചിരിക്കുക. അപ്പം തന്നെയല്ലേ അമ്മയ്ക്ക് ചിരി. എൻ്റെ അപ്പുക്കുട്ടൻ്റെ ഐഡൻറ്റി കാർഡാണ് കേട്ടോ. അത് അപ്പുക്കുട്ടൻ്റെ ഒരു ചിരി കണ്ടോ? എന്തൊരു നല്ല ചിരിയാണോ, എന്തൊരു ക്യൂട്ട് ചിരിയാണോ. എൻ്റെ അപ്പുക്കുട്ടന് പല്ലൊക്കെ നോക്കിയിട്ട് കണ്ടോ? അപ്പുക്കുട്ടൻ അത് പറയുമ്പോൾ തന്നെ ചിരി വരുവാണ്. കരച്ചിലിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ചിരി. ഇങ്ങോട്ട് നോക്കുന്ന ഇത് അവരുടെ ലഞ്ച് ബാഗാണ് കേട്ടോ. ഇതിനകത്ത് ദോശ, കറിയൊന്നും പോകാണ്ട് പൊതിഞ്ഞ് അങ്ങനെ കെട്ടി വെച്ചിട്ട് ലഞ്ച് ബാഗിനകത്ത് വെക്കുവാണ് കേട്ടോ. പിന്നെ മിച്ചർ എല്ലാം കറി, തക്കാളി ചട്നിയും മറ്റേ കടല ചട്നിയും ദോശയുമാണ് അവർക്ക് രാവിലെ കൊടുത്തു വിടുന്നത്. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ തിന്നാമ്പെട്ടിക്കകത്ത് കൊടുത്തു വിടുന്ന മിച്ചറാണ് കേട്ടോ. അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മിച്ചറാണ്. അപ്പോൾ അതും കൊടുത്തു വിടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ അത് തിളപ്പിച്ചാറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിച്ചു. എല്ലാവരും ഒന്ന് ചിരിക്കുക. കരച്ചിലൊക്കെ മാറി അപ്പുക്കുട്ടൻ ചിരിക്കാൻ തുടങ്ങി. അപ്പുക്കുട്ടന് ദോശയും ചട്നിയും കൊടുക്കാൻ പോവാട്ടോ. അതുകൊണ്ടോ അപ്പുക്കുട്ടന് ദോശയും ചട്നിയും അപ്പുക്കുട്ടൻ കഴിക്കാൻ പോവാണ്. അപ്പുക്കുട്ടൻ്റെ കണ്ണുനീരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. എന്നാലും കൊണ്ടോ എങ്ങനൊക്കെ ഉണ്ട്. അപ്പുക്കുട്ടൻ അച്ചുവിനെ കൊണ്ടുവിട്ടിട്ട് വേണ്ട 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 ഒരു വായി കഴിക്കുന്നങ്ങ്, എന്നിട്ട് വേണം പശുവിനെ മേയ്ക്കാൻ പോകാനായിട്ട്. അയ്യോ അച്ചുക്കുട്ട അമ്മ കരയണോ? അയ്യോ വേണ്ട 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 വേണ്ട, ഇത്തിരി കഴിക്കുന്നങ്ക சாப்பிடுவேல கொஞ்சம் சாப்பிடு தங்கோ, கொஞ்சம் சாப்பிட்றா, கொஞ்சம் சாப்பிட்றா. ശരി, അമ്മയുടെ കൂടെ പശുവിനെ മേയ്ക്കാൻ വരുന്നുണ്ടോ? പശുവിനെ മേയ്ക്കാൻ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു വായി കഴിച്ചോ. എങ്ങനെ പശുവിൻ്റെ കയറിൽ എങ്ങനെ പിടിക്കും? പശു ചിലപ്പോൾ ഒരു തുപ്പാൻ പാടില്ല. പശുവിനെ കൊണ്ട് പോട്ടതാ. അയ്യോ, പശുവിനെ മേയ്ക്കണ്ട, വേദന. അമ്മ തരാം അമ്മ തരാം അമ്മ തരാം. അമ്മയുടെ പൊന്നല്ലേ, നമ്മൾ പശുവിനെ മേയ്ക്കാൻ പോവല്ലേ. അപ്പോൾ പിന്നെ അമ്മ തരാം. ഓ ഓ ഓ ഓ നമ്മുടെ ചക്കരക്കുട്ടി തിന്നു കേട്ടോ. കൊച്ചൊക്കെ തിന്നും. കൊച്ച് നല്ല കുട്ടിയാണ്. കണ്ണീര് വന്നിരുന്നാലും കൊച്ച് തിന്നും. അല്ല, പശു എങ്ങനെ കൊച്ചിനെ കയറും പൊട്ടിച്ചോണ്ട് ഓടി എന്ത് ചെയ്യും? ഞാൻ പിന്നെ എവിടെ പോയി പശുവിനെ പിടിക്കും? കൊച്ചിനെ എവിടെ പോയി പിടിക്കും? അമ്മയ്ക്കൊരു ഉമ്മതാ. ബൈ പറ, ടാറ്റ പറ എല്ലാവർക്കും. കരയണ്ട. കൊച്ചു സ്കൂളിൽ പോകണ്ട കേട്ടോ. അപ്പൂനെ കൊണ്ടുവിട്ടിട്ട് വരാം. കൊച്ചു പശു മേയ്ക്കാൻ തിരിച്ചു പോരെ സ്കൂൾ വണ്ടിയെന്ന്. അപ്പോൾ കരയില്ലല്ലോ. അപ്പോൾ ഒന്ന് ചിരിക്കുക. അയ്യടാ.